ഹായ് ഗൈസ്. അപ്പോൾ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ കുറേ സി എസ് എസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ സി എസ് എസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ സമയത്തും ഇത് ഡിഫറെൻറ്റ് ഡിവൈസസിൽ നമ്മുടെ വെബ് പേജ് റെൻഡർ ചെയ്യാം. ഇപ്പോൾ മൊബൈൽ ഫോൺ സെയിം വെബ്സൈറ്റിന് മൊബൈൽ ഫോണിലെടുക്കാം, കമ്പ്യൂട്ടറിലെടുക്കാം, ടി വിയിൽ ഓപ്പൺ ചെയ്യാം, ടാബിൽ ഓപ്പൺ ചെയ്യാം, പല പല സ്ക്രീൻ സൈസാണ്. അപ്പോൾ ഓരോരോ സ്ക്രീൻ സൈസിലും ഒരു എലമെൻറ്റ് പല രീതിയിൽ നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനെ പറയുന്ന ലൈക്ക് ഇങ്ങനെ ചെയ്യുന്ന ഇപ്പോൾ എല്ലാ ഡിവൈസിനും ഒരു വെബ്സൈറ്റിനെ കോമ്പീറ്റബിൾ ആക്കുന്നതിന് പറയുന്ന പേരാണ് റെസ്പോൺസീവ് ഡിസൈൻ. ആ ഒരു ഡിസൈന് ഏത് ഡിവൈസിനോടും റെസ്പോൺസീവ് ആയിരിക്കും. ആ ഒരു ഡിവൈസിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അത് റെസ്പോൺസീവായിട്ട് ആ ഡിസൈന് ആ സൈസിനെ അഡാപ്റ്റ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കും. ഇതിനാണ് റെസ്പോൺസീവ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ അച്ചീവ് ചെയ്യുന്നൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓരോരോ സ്ക്രീൻ സൈസിനനുസരിച്ച് സ്പെഷ്യൽ CSS പ്രോപ്പർട്ടീസ് എഴുതാൻ പറ്റും. അത് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, ലൈക്ക് ഒരു ഫീച്ചറാണ് മീഡിയ ക്വറീസ് എന്ന് പറയും. ഓരോരോ ഡിവൈസിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മീഡിയ ക്വറീസ് ഡിഫൈൻ ചെയ്യും. അപ്പോൾ ആ ക്വറീനെ ഉള്ളിൽ, ആ ഒരു സൈസിൻ്റെ ഉള്ളിൽ വെബ് പേജ് എത്തുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഡിഫൈൻ ചെയ്ത പ്രോപ്പർട്ടീസ് എന്താണോ അതിലോട്ട് ആ ഡിസൈൻ മാറും. അതാണ് ഈ മീഡിയ ക്വറീസ് കൊണ്ട് ചെയ്യുന്നത്. സോ അത് ബേസിക്കലി എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിളിനായിട്ട് ഞാനിവിടെ ഒരു ബ്ലൂ കണ്ടെയ്നറിനുള്ളിൽ കുറച്ച് ബ്ലാക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് സ്റ്റാക്ക് ചെയ്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിന് നമുക്ക് പല ഡിവൈസിൽ കയറി. ഇപ്പോൾ ഡിവൈസസിൻ്റെ കേസിൽ റെൻഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്പെക്ട് എലമെൻറ്റിലുള്ള ടൂളാണ് ഈ ലൈക്ക് ഈ ഒരു സെലക്ട് ഡിവൈസ്, ടോഗിൾ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണിത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്പെക്ട് എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പല പല ഡിവൈസിലും നിങ്ങൾക്ക് ഒരു വെബ് പേജ് റെൻഡർ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഇതൊരു ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ സൈസിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഐറ്റംസ് ഇങ്ങനെ സൈഡിലോട്ട് ലൈക്ക് എക്സ് ആക്സിലാണ് കൊടുത്തിട്ടുള്ളത്. നേരെ ഒരു ട്രെയിനിൻ്റെ ബോഗി വെച്ച പോലെ അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഒരു സിംഗിൾ ലൈനിൽ സ്റ്റാക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഡിവൈസിൻ്റെ സൈസ് കുറഞ്ഞതിനനുസരിച്ച് ഇപ്പോൾ ഫോണിലോട്ട് വരുന്ന സമയത്ത് ഇതിനൊരിക്കലും നമുക്ക് അങ്ങനെ ഒരു ലൈനിൽ കാണിക്കാൻ പറ്റില്ല. കാരണം അത്രയും സൈസുള്ള ബോക്സസ് ആണ്. സോ ആ സമയത്ത് നമുക്കിതിനെ അടിയിലോട്ട് ലിസ്റ്റ് ചെയ്ത് കാണിക്കണം. സോ അപ്പോൾ ഇതിന് സ്ക്രീൻ സൈസ് മാറുന്നതിനനുസരിച്ച് അത് ആ ഡിസൈനിലോട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ CSS വരികയാണെങ്കിൽ, ഇപ്പോൾ CSS വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ മീഡിയ ക്വറി എഴുതിയിട്ടുണ്ട്. ഈ മീഡിയ ക്വറി വർക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മീഡിയ ഒരു സ്ക്രീനിനെ ബേസ് ചെയ്തിട്ടാണ് മീഡിയ വർക്ക് ചെയ്യേണ്ടത്. സോ ആ എന്താണ് എൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ കൊടുത്തിട്ടുള്ള മാക്സ് വിഡ്ത്ത് ഈ 600 പിക്സൽസ് വിഡ്ത്തുള്ള സ്ക്രീനുകൾക്കല്ല, 600 വിഡ്ത്തിൽ താഴെ. ഇത് മാക്സ് വിഡ്ത്ത് കൊടുക്കാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, 600 വിഡ്ത്തിൽ താഴെ എന്നാണ് മാക്സ് വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുക. മാക്സിമം വിഡ്ത്ത് 600 പിക്സൽ ആവുന്ന സ്ക്രീനുകൾക്കെല്ലാം ഈ ഒരു സ്റ്റൈൽസും കൂടി ആഡ് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴും മീഡിയ ക്വറീസ് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കേസ്, ഓൾറെഡി നിങ്ങൾ മീഡിയ ക്വറീസിനുള്ളിൽ കൊടുക്കാത്ത കുറേ സ്റ്റൈൽസ് ഉണ്ടല്ലോ. ഇതിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ ഈ ഐറ്റത്തിന് കുറേ സ്റ്റൈൽസ് ഓൾറെഡി ഉണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഈ ഒരു പ്രോപ്പർട്ടീസ് അപ്ലൈ ആവുക. അതല്ലാതെ ഇത് ഒഴിവാക്കിയിട്ട് ഈ പ്രോപ്പർട്ടി മാത്രം അപ്ലൈ ആവുകയല്ല ചെയ്യുക. സോ നമുക്ക് ഓൾറെഡി ഈ ചെയ്ത ഈ ഐറ്റത്തിൻ്റെ ക്ലാസ് നെയിമിലുള്ള ഏതൊക്കെ സ്റ്റൈൽസ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഓൾറെഡി അതിന് ഉണ്ടാവും. അത് കൂടാതെ ഇന്നൊരു പ്രോപ്പർട്ടി കൂടി കൊടുത്താലാണ് നിങ്ങൾ വിചാരിച്ച ഡിസൈനിലോട്ട് അത് എത്തുള്ളൂ എന്നുള്ളത്. അങ്ങനത്തെ ഒരു കേസിലാണ്, ഒരു പെർസ്പെക്റ്റീവിലാണ് നിങ്ങൾ മീഡിയ ക്വറിയിലെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു ഐറ്റം എന്നുള്ള ബോക്സിനാണ് നമ്മൾ മീഡിയ ക്വറി അപ്ലൈ ചെയ്തത്. ഈ ഐറ്റം എന്നുള്ള ബോക്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾറെഡി ഞാൻ ഇപ്പോൾ ഐറ്റം എന്നുള്ള ഈ ക്ലാസ് നെയിം വെച്ച് കൊടുത്ത് ഈ പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ കാണാം. എന്നിട്ട് അതിന് മീഡിയ ക്വറിൻ്റെ ഉള്ളിൽ ഞാൻ വെഡ്ത്തിനെ ഓവർറൈഡ് ചെയ്തിട്ട് അതിനെ 100% ആക്കിയിട്ടുണ്ട്. സോ ഇതിലുള്ള ഈ 150 പിക്സൽ വെടുത്തുന്നുള്ളത് മാറിയിട്ട് അത് 100% വെടുത്തായി മാറിയിട്ടുണ്ട്. സോ ഇതാണ് മീഡിയ ക്വറി ചെയ്യുക. ഓൾറെഡി ഉള്ള ഡിസൈനെ ഓവർറൈഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് അടുത്ത ഡിസൈൻ വരിക. ഒരു എലമെൻറ്റിന് തന്നെ മൾട്ടിപ്പിൾ ക്ലാസ് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന സെയിം എഫക്റ്റ് ഏതൊക്കെ ക്ലാസ്സസ് ഉണ്ട് ആ ക്ലാസ് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു റിസൾട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇനിയിപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഇതിലുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് കളറും ഹൈറ്റും മാർജിനും ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് ഡിഫൈൻ ചെയ്യുക. അതല്ല ഈ സെയിം പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മൊബൈലിലും ലാപ്ടോപ്പിലും നിങ്ങൾക്ക് സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണം, മീഡിയ ക്വറി ഒന്നും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കാണിക്കും. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് വിഡ്ത്ത് മാത്രമായി. ഇപ്പോൾ എൻ്റെ കേസിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതേ കളറും അതേ ഹൈറ്റും അതേ മാർജിനൊക്കെ തന്നെ മതി, പക്ഷേ അതിൻ്റെ വിഡ്ത്ത് 100% ആക്കണം. സോ ഞാൻ അതിൻ്റെ വിഡ്ത്ത് മാത്രം മാറ്റിയിട്ട് 100% കൊടുത്തു. സോ ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊക്കെ അതേപോലെ തന്നെ നിന്നിട്ട്
100% വിടുത്ത് എന്നുള്ളത് അതിന് അപ്ലൈ ആയി. ഇങ്ങനെയാണ് ഓരോ ഡിവൈസിനും റെൻഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് വെബ് പേജുകൾ നമ്മൾ മാറ്റുന്നത്. പിന്നെ റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്നാണ് ഇതിന് പറയുക. ഇപ്പോൾ ഇതിൽ ഞാൻ ഒരു സിംഗിൾ സ്ക്രീന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ടാബിൻ്റെ സൈസ് ഇങ്ങനെ ഓരോരോ സൈസിൽ നിങ്ങൾക്ക് മീഡിയ കോറി ആഡ് ചെയ്തിട്ട് ഈ സ്റ്റൈൽസ് ആഡ് ചെയ്യാൻ വേണ്ടി സ്റ്റൈൽസ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇനീഷ്യലി CSS യൂസ് ചെയ്യുന്ന യൂണിറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CSS റമ്മ് പോലത്തെ റിലേറ്റീവ് യൂണിറ്റ്സ് ഉണ്ട്. അത് അബ്സല്യൂട്ട് അല്ല. അതിനിപ്പോൾ 2 പിക്സൽ 3 പിക്സൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് എവിടെ എടുത്താലും ആ 3 പിക്സൽ ഏത് വെബ്സൈറ്റിലും 3 പിക്സൽ തന്നെയാണ്. ആ സൈസ് കറക്റ്റായിരിക്കും. പക്ഷേ റിലേറ്റീവ് യൂണിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ലെവലിൽ ഒരു റം എത്രയാണ്? ഒരു റം 10 പിക്സലാണെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റം നോക്കുമ്പോൾ 10 പിക്സൽ വരും. ഒരു റം 8 പിക്സലാണെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റം നോക്കുമ്പോൾ 8 പിക്സൽ വരും. സോ ഇതിൻ്റെ റിലേറ്റീവായിട്ട് നിൽക്കുന്ന സാധനങ്ങളും ഉണ്ട്. സോ ഇതിപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ റമ്മും EM ഒക്കെ എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ടാവും. ഈ പ്ലേലിസ്റ്റ് തന്നെ ഇനീഷ്യലി നമ്മൾ ആദ്യം ഒക്കെ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണത്. സോ അതും കൂടി നിങ്ങൾ റെസ്പോൺസീവായിട്ട് വെബ് ഡിസൈൻ ചെയ്യുമ്പോൾ ചിന്തിക്കുക. കാരണം ഒരു മൊബൈൽ ഡിവൈസിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടലി വെബ് പേജിൻ്റെ എല്ലാ സാധനത്തിൻ്റെ സൈസ് ഒന്ന് ഡിക്രീസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ റമ്മിലാണ് ഇതൊക്കെ ഡിഫൈൻ ചെയ്തതെന്നുണ്ടെങ്കിൽ ആ റമ്മിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടലി വെബ് പേജിലെ എല്ലാത്തിൻ്റെ സൈസും ഒരു ചെറുതായിട്ട് ഡിക്രീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസിലി പറ്റും. ഓരോരോ പ്രോപ്പർട്ടീസിനും സൈസ് പോയി കുറക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സോ ഇത്രയാണ് മീഡിയ കോറീസിനും റെസ്പോൺസീവ് ഡിസൈനിനെയും പറ്റി പറയാനുള്ളത്. സോ CSSലെ മാക്സിമം എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി വിട്ടുപോയ ഏതെങ്കിലും ടോപ്പിക്കും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഈ ഒരു സീരീസ് വാച്ച് ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി കാര്യങ്ങളുണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. താങ്ക്സ്.